നമസ്കാരം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് എക്സലിൽ വളരെയധികം ഉപയോഗപ്രദമായ ഒരു ഫംഗ്ഷനാണ് എക്സ് ലുക്കപ്പ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ. ഈ ഫംഗ്ഷനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. അപ്പോൾ ഫംഗ്ഷനെ കുറിച്ച് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് നമ്മളൊരു വീഡിയോ സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ എക്സ് ലുക്കപ്പ് ഫംഗ്ഷൻ നമ്മൾ പല സോഴ്സിൽ നിന്ന് നമ്മൾ പഠിച്ചതിന് ശേഷം നമ്മുടെ സിസ്റ്റത്തിൽ അത് ഇംപ്ലിമെന്റ് ചെയ്യാമെന്ന് നോക്കുന്ന സമയത്ത് മേ ബി ഈ ഫംഗ്ഷൻ അവൈലബിൾ ആയിരിക്കത്തില്ല. ഇപ്പോൾ എൻ്റെ സിസ്റ്റത്തിൽ എക്സ് ലുക്കപ്പ് എന്ന് പറയുന്ന ഫംഗ്ഷൻ അവൈലബിൾ അല്ല. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ പല ഫംഗ്ഷൻസും ചിലപ്പോൾ നമ്മുടെ സിസ്റ്റത്തിൽ അവൈലബിൾ ആകണമെന്നില്ല. ഇപ്പോൾ നമ്മൾ മറ്റു സോഴ്സിൽ നിന്നെല്ലാം നോക്കുന്ന സമയത്ത് അവിടെ ആ ഫംഗ്ഷനൊക്കെ ഉപയോഗിച്ചിരിക്കുന്നത് കാണാൻ പറ്റും. സെയിം ഫംഗ്ഷൻ നമ്മുടെ സിസ്റ്റത്തിൽ നോക്കുന്ന സമയത്ത് ചിലപ്പോൾ അവൈലബിൾ ആകണമെന്നില്ല. അപ്പോൾ ഇങ്ങനെ ഒരു പ്രോബ്ലം നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ എക്സ് ലുക്കപ്പ് എങ്ങനെ നമ്മുടെ സിസ്റ്റത്തിൽ എനേബിൾ ചെയ്യാം എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. അതായത് നമ്മളൊരു എക്സ്റ്റേണൽ സോഴ്സിൽ നിന്നും ഇത്തരം ഫംഗ്ഷൻസ് കൊണ്ടുവന്ന് നമുക്ക് എനേബിൾ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു മെത്തേഡാണ് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത്, ഞാനിവിടെ ഈ എക്സ്റ്റേണൽ സോഴ്സിൽ നിന്നും ആ ഒരു ഫയൽ ഡൗൺലോഡ് ചെയ്യുന്ന മെത്തേഡ് ഞാനിവിടെ കാണിക്കുന്നു. അപ്പോൾ ഫയലിൻ്റെ ആ ഡയറക്ടറി അല്ലെങ്കിൽ ആ URL ഞാനിവിടെ കൊടുക്കുന്നുണ്ട്, അത് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അതിൽ നിന്ന് പോയിട്ട് ഈ പറയുന്ന ഫയൽ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഇതാണ് നമ്മുടെ ഡയറക്ടറി, അതായത് ഈ ഗിറ്റ്ഹബിലുള്ള ഒരു റെപ്പോസിറ്ററിയിൽ നിന്നാണ് നമ്മൾ ഇത് ഡൗൺലോഡ് ചെയ്യുന്നത്. ഈ പേജിൽ വന്നതിന് ശേഷം ഇതിൽ കാണുന്ന രണ്ടാമത്തെ ഫംഗ്ഷനാണ് ഞാനിവിടുന്ന് 64-bit വേണ്ടിയിട്ടുള്ള ഫംഗ്ഷനാണ് ഞാനിവിടുന്ന് ഡൗൺലോഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഫയൽ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നമ്മളിവിടെ പോയി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഫംഗ്ഷൻ ഞാൻ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് ഡെസ്ക്ടോപ്പിലേക്ക് കൊടുക്കുകയാണ്. ഓക്കെ, ഇനി അടുത്ത് ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ഫംഗ്ഷൻ എനേബിൾ ചെയ്യുന്ന സമയത്ത് മേ ബി മൈക്രോസോഫ്റ്റ് ഈ ഫംഗ്ഷൻ അല്ലെങ്കിൽ നമ്മൾ എനേബിൾ ചെയ്യാൻ പോകുന്ന ഈ ആഡിൻ എന്നാണ് പറയുന്നത്, ഈ ആഡിൻ ചിലപ്പോൾ ബ്ലോക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത് ട്രസ്റ്റ് ചെയ്യാവുന്ന ഒരു സോഴ്സിൽ നിന്നാണെന്ന് പറയുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇതിൻ്റെ പ്രോപ്പർട്ടീസ് ഒന്ന് എടുക്കാം. ഈ ഫയൽ ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇതിൻ്റെ പ്രോപ്പർട്ടീസ് നമ്മൾ എടുത്തതിന് ശേഷം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ഇതിനെ അൺബ്ലോക്ക് ചെയ്യുക എന്നുള്ളൊരു കാര്യമാണ്. അൺബ്ലോക്ക് എന്ന ഓപ്ഷൻ കൊടുക്കുക, ജനറൽ വന്നിട്ട് അൺബ്ലോക്ക് ഓപ്ഷൻ കൊടുത്തതിന് ശേഷം അപ്ലൈ ചെയ്യാം, ദെൻ അതേപോലെ തന്നെ ഓക്കെ കൊടുക്കാം. ഓക്കെ, ദെൻ അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ഫയൽ മെനുവിൽ വന്നതിന് ശേഷം മോർ ഓപ്ഷൻസ് എടുക്കുക. മോർ ഓപ്ഷൻസ് എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുക. അതിനകത്ത് നിന്ന് നമ്മൾ ആഡിൻസ് എന്ന് പറയുന്ന ഓപ്ഷനാണ് എടുക്കുന്നത്. ആഡിൻസ് ഓപ്ഷൻ എടുത്തതിന് ശേഷം ഇവിടെ മാനേജിനകത്ത് വന്നതിന് ശേഷം എക്സൽ ആഡിൻസ് എടുക്കുക. അതിന് ശേഷം ഗോയിൽ പ്രസ് ചെയ്യുക. അതിന് ശേഷം നമുക്ക് ഇവിടുന്ന് ബ്രൗസ് ചെയ്തെടുക്കാവുന്നതാണ് എക്സൽ ആഡിൻസ്. നമ്മൾ എവിടെയാണോ ഡൗൺലോഡ് ചെയ്ത് വച്ചിരിക്കുന്നത് ആ ഫയൽ നമുക്ക് ഇവിടുന്ന് എക്സൽ ആഡിൻസ് എടുക്കാം, ഓക്കെ കൊടുക്കാം. അതിന് ശേഷം ഓക്കെ പ്രസ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നമ്മുടെ സിസ്റ്റത്തിലെ എക്സ് ലുക്കപ്പ് എനേബിൾ ആയിട്ടുണ്ടാകും. നമുക്കിവിടെ ടെസ്റ്റ് ചെയ്ത് നോക്കാം. എടുക്കുന്നു, ദെൻ എക്സ് ലുക്കപ്പ്. ഓക്കെ, ഇപ്പോൾ എക്സ് ലുക്കപ്പ് ഭംഗിയായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് ഇതിൻ്റെ എല്ലാ ഓപ്ഷൻസും വെച്ച് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ സിമ്പിളായിട്ടൊന്ന് ചെയ്ത് നോക്കാം. അതായത് എനിക്കിപ്പോൾ ഇവിടെ നെയിമും അതുപോലെ തന്നെ എനിക്ക് ഇവിടെ വേണ്ടത് ആളുടെ ഡിപ്പാർട്ട്മെൻറ്റുമാണ് വരേണ്ടതെന്നൊക്കെ ഇവിടെ ഞാൻ കൊടുക്കുന്ന നെയിമിന് ബേസ് ചെയ്ത ആ വ്യക്തിയുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഏതാണെന്ന് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കണം. അപ്പോൾ ഇവിടെയാണ് എനിക്ക് ഇവിടെ നെയിമാണ് വരേണ്ടത്. ഈ സെല്ലിൽ എന്ത് നെയിം കൊടുക്കണം അതിനെ ബേസ് ചെയ്ത് വേണം ഇവിടെ ആളുടെ ഡിപ്പാർട്ട്മെൻറ്റ് കാണിക്കാനായിട്ട്. നമുക്ക് എക്സ് ലുക്കപ്പ് ഫംഗ്ഷൻ കൊടുത്തു ഇവിടെ വർക്കിംഗ് ആണോ എന്ന് നോക്കാം. എക്സ് ലുക്കപ്പ് ഫംഗ്ഷൻ എടുത്തു. എക്സ് ലുക്കപ്പ് ഫംഗ്ഷൻ എടുക്കുന്ന സമയത്ത് നമ്മളോട് ചോദിക്കുന്ന ലുക്കപ്പ് വാല്യൂ ഏതാണെന്നുള്ളതാണ്. ലുക്കപ്പ് വാല്യൂ കൊടുത്തു. അതിന് ശേഷം നമുക്ക് അടുത്ത് കൊടുക്കേണ്ട ഓപ്ഷൻ എന്ന് പറയുന്നത് അതിൻ്റെ ആ ലുക്കപ്പ്, അതായത് ലുക്കപ്പ് വാല്യൂവിനെ ബേസ് ചെയ്തിട്ടുള്ള ആ അറേ ഏതാണെന്നുള്ളതാണ്. അതിന് നമുക്കത് ഈ കോളം നമുക്ക് ഇവിടെ നിന്ന് എടുക്കാം. ഇവിടെ വരെയാണ് നമുക്ക് വരുന്നത്. ഓക്കെ, അതിന് ശേഷം അടുത്ത് കൊടുക്കേണ്ടത് നമുക്ക് വരേണ്ടത് റിട്ടേൺ ചെയ്യുന്ന വാല്യൂ ഇതിൽ നിന്നാണെന്നുള്ളതാണ്. റിട്ടേൺ ചെയ്യുന്ന വാല്യൂ വരുന്നത് ഈ കോളത്തിൽ നിന്നാണ്. ഇവിടെയാണ് നമുക്ക് ഇതുള്ളത്. ഓക്കെ, ഇത്രയും കൊടുത്തതിന് ശേഷം നമുക്ക് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം, എൻ്റർ ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഡേറ്റ നോട്ട് അവൈലബിൾ എന്നാണ് പറഞ്ഞത്. ഇനി ഇവിടെ ഞാനൊരു നെയിം കോപ്പി ചെയ്ത് കൊടുക്കാൻ പോവാണ്. കോപ്പി ചെയ്തു. ഇപ്പോൾ മാർക്ക് എന്ന് പറയുന്ന ആളുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഏതാണെന്നുള്ളത് ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് വന്നിരിക്കുന്നത് കാണാൻ പറ്റും. ഹ്യൂമൻ റിസോഴ്സിലാണ്. ഓക്കെ, ഇതേപോലെ ഇപ്പോൾ ഞാനിപ്പോൾ ജിബാസ് എന്ന് പറയുന്നൊരു വ്യക്തിയുടെ ആണ് നെയിം ഇവിടെ അടിക്കുന്നെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ട് ആ ആള് റീറ്റെയിലാണുള്ളത്, അത് നമുക്ക് ഇവിടെ കിട്ടുന്നത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് VLOOKUP യൂസ് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ VLOOKUP നമുക്ക് നമ്മുടെ സിസ്റ്റത്തിൽ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേ രീതിയിൽ എക്സ്റ്റേണൽ സോഴ്സിൽ നിന്ന് എടുത്തതിന് ശേഷം നമുക്ക് എനേബിൾ ചെയ്യാനും സാധിക്കും.